ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര മനുഷ്യക്കടത്ത് സെക്സ് റാക്കറ്റുമായി അടുത്ത ബന്ധമുള്ളയാളാണ് അറസ്റ്റിലായ ബിലാൽ എന്ന് പോലീസ്. ഒന്നാം പ്രതി സിന്ധുവുമായി ചേർന്ന് നിരവധി യുവതികളെ ഇയാൾ വിദേശത്തേക്ക് എത്തിച്ചിട്ടുണ്ടെന്നും പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ലക്ഷങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്ന ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ബിലാലിനെ അടുത്ത മാസം 5 വരെ കോടതി റിമാൻഡ് ചെയ്തു. മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്തും പെൺവാണിഭവും നടത്തിയ കേസിൽ പിടിയിലായ ആലപ്പുഴ സ്വദേശി ശ്രീകുമാർ എന്ന ബിലാലിന് അന്താരാഷ്ട്ര മനുഷ്യക്കടത്ത് സെക്സ് റാക്കറ്റുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഒന്നാം പ്രതി സിന്ധുവിന്റെ ഉടമസ്ഥതയിലുള്ള എലീസ ഇവന്റ്സ് എന്ന ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനത്തിന്റെ പേരിലാണ് യുവതികളെ ബിലാൽ ദുബായിലേക്ക് എത്തിച്ചതെന്നും എത്തിക്കുന്ന യുവതികളുടെ എണ്ണത്തിനനുസരിച്ച് ബിലാലിന് കമ്മീഷൻ ലഭിച്ചിട്ടുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. ബിലാലിന്റെ അക്കൗണ്ടിലേക്ക് പലതവണയായി സിന്ധു UPI വഴി പണം ട്രാൻസ്ഫർ ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളുടെ പേരിൽ നിരവധി സിം കാർഡുകളും ബാങ്ക് അക്കൗണ്ടുകളുമുണ്ട്. കൂടാതെ ബിലാലിന്റെ ഫോണിൽ നിരവധി യുവതികളുടെ ചിത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നു. ഇയാളുടെ സാമ്പത്തിക ശേഷി ഉപയോഗിച്ച് ഇരകളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ബിലാലിനെ അടുത്ത മാസം 5 വരെ റിമാൻഡ് ചെയ്തു. നേരത്തെ അറസ്റ്റിലായ മുഖ്യപ്രതി സിന്ധുവാണ് ബിലാലിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിനോട് പറഞ്ഞത്. മോഡലിംഗ് ജോലി വാഗ്ദാനത്തിൽ ആകൃഷ്ടരാകുന്ന യുവതികളെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും ബിലാൽ വീട്ടിലെത്തിച്ചെന്ന് കണ്ട് ബോധ്യപ്പെടുത്തി വലയിലാക്കുകയാണ് ചെയ്തതെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. നിരവധി യുവതികളെ വിദേശത്തേക്ക് കടത്താൻ നേതൃത്വം നൽകിയ മുഖ്യ സൂത്രധാരനായ ബിലാലിന് ഓരോ ഇടപാടിനും 50,000 മുതൽ 1 ലക്ഷം രൂപ വരെ ലഭിച്ചിരുന്നതായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ പറഞ്ഞു. കേസിൽ ഒന്നാം പ്രതി സിന്ധുവിനെയും ബിലാലിനെയും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുമെന്നും കമ്മീഷണർ അറിയിച്ചു. കേസിൽ ആദ്യം അറസ്റ്റിലായ അലീലിനയുടെ സുഹൃത്തായ ഗുണ്ടാ നേതാവിന്റെ പങ്കിനെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സിന്ധുവിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇയാളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയത് സംബന്ധിച്ചാണ് അന്വേഷണം. അതേസമയം 2 പരാതികൾ കൂടി ലഭിച്ചിട്ടുണ്ടെന്നും വിശദമായി പരിശോധിച്ചു വരികയാണെന്നും കമ്മീഷണർ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, കൊച്ചി.